ശ്രീ വെങ്കടാചലപതി തിരുമല ക്ഷേത്രം, ആലപ്പുഴ. കേരളത്തിലെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രമാണിത്. ഏകദേശം 400 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. പഴയ തിരുമല ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ശ്രീ വെങ്കടാചലപതിയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. ഈ വിഗ്രഹം പുരാതന കാലത്ത് കാശിരാമഭട്ട് എന്ന വൈദിക ശ്രേഷ്ഠനാണ് ഇവിടെ കൊണ്ടുവന്ന് സ്വജനങ്ങളുടെ ആരാധനയ്ക്കായി ഏൽപ്പിക്കുകയായിരുന്നു. കൊച്ചി തിരുമല ക്ഷേത്രത്തിൽ പൂജിച്ചു വന്നിരുന്ന പ്രസിദ്ധമായ വെങ്കടാചലമൂർത്തിയുടെ വിഗ്രഹം 60 വർഷക്കാലത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ അഗ്രശാലയിലാണ് വെച്ച് പൂജിച്ചു വന്നത്. കൊച്ചി രാജ്യം അന്ന് ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാന്റെ ആക്രമണ ഭീതിയെ ഭയന്നാണ് ഈ വിഗ്രഹം ശ്രീ ലക്ഷ്മി ദേവിയുടെയും തുറവൂർ തിരുമല ക്ഷേത്രത്തിലെ ശ്രീ നരസിംഹമൂർത്തിയുടെയും വിഗ്രഹങ്ങൾ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായത്. AD 1892 കൊണ്ടുവന്നിരുന്ന ഈ വിഗ്രഹങ്ങൾ അഗ്രശാലയിൽ നിന്ന് 1853 ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തുള്ള പിൽക്കാലത്ത് പുതുതായി പണി കഴിപ്പിച്ച അനന്തനാരായണപുരം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയുണ്ടായി. ആ ദിവ്യ വിഗ്രഹങ്ങൾ പൂജിച്ചു വന്നതിൻ്റെ പാവനസ്മരണയ്ക്ക് അഗ്രശാലയിൽ തൽസ്ഥാനത്ത് അന്നു മുതൽക്ക് സാലഗ്രാമം വെച്ച് നിത്യവും പൂജ നൈവേദ്യങ്ങൾ അർപ്പിച്ചു വരുന്നു. മരതകപ്പച്ച എന്ന നാമധേയത്തിൽ വിശ്വവിഖ്യാതമായ വെങ്കടാചലപതിയുടെ സാന്നിധ്യം കൊണ്ട് ആലപ്പുഴ സർവ്വവിധ ഐശ്വര്യങ്ങളോടുകൂടിയ തുറമുഖ പട്ടണമായി മാറി. കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ വിഗ്രഹത്തിൻ്റെ ചൈതന്യശക്തിയെപ്പറ്റി അറിഞ്ഞ് തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ തിരുമനസ് ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. തൽഫലമായി ദേവനെ അഗ്രശാലയിൽ നിന്ന് ഒരു പുതിയ ക്ഷേത്രം നിർമ്മിച്ച് അങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിക്കണമെന്നുള്ള മഹാരാജാവിൻ്റെ അഭിലാഷമാണ് ശ്രീ അനന്തനാരായണപുരം ക്ഷേത്രത്തിൻ്റെ ആവിർഭാവത്തിന് നിദാനം. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ആനക്കൊട്ടിലും വലിയ ദീപസ്തംഭവും കാണാം. ജീർണിച്ച പഴയ ധ്വജസ്തംഭം മാറ്റി പുതിയത് 2025 ജനുവരി 30 പുനഃപ്രതിഷ്ഠിക്കുകയുണ്ടായി. ശ്രീകോവിലിൽ ശ്രീ ഭൂസമേതനായ വെങ്കടാചലപതിയുടെ സ്ഥാപക വിഗ്രഹവും അതിനു താഴെ അതേ രൂപത്തിൽ ഉത്സവ വിഗ്രഹവും അതിനു താഴെ പടിയിൽ ലക്ഷ്മി ദേവിയുടെ ഉത്സവ വിഗ്രഹവും സാലഗ്രാമങ്ങളും ദർശിക്കാം. നാലമ്പലത്തിനകത്ത് അഗ്നിക്കോണിൽ ഹനുമാനും കന്നിമൂലയിൽ ഗണപതിക്കും ലക്ഷ്മി ദേവിക്കും പ്രതിഷ്ഠയുണ്ട്. വായുകോണിൽ വീരവിട്ടലനും ഈശാനദിക്കിൽ ഗരുഡനും പ്രതിഷ്ഠയുണ്ട്. പുറത്ത് തെക്ക് കിഴക്കേ മൂലയിൽ 12ാമത്തെ ശ്രീ കാശി മഠാധിപതിയായിരുന്ന ശ്രീമദ് സുരീന്ദ്ര തീർത്ഥസ്വാമികളുടെ വൃന്ദാവനം വടക്ക് ദർശനമായി ഹനുമാൻ പ്രതിഷ്ഠയോടുകൂടി ദർശിക്കാം. അതേ രീതിയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ 15ാമത്തെ കാശി മഠാധിപതി ശ്രീമദ് സുമതീന്ദ്ര തീർത്ഥസ്വാമികളുടെ വൃന്ദാവനവും ഉണ്ട്. ഇതിന് ചേർന്ന് പടിഞ്ഞാറേ അഗ്രശാലയിൽ വ്യാസമന്ദിരവും ഉണ്ട്. പടിഞ്ഞാറേ മുറ്റത്ത് തുളസിത്തറ കാണാം. പടിഞ്ഞാറേ അഗ്രശാലയുടെ വടക്ക് ഭാഗത്താണ് കാശിരാമഭട്ടിൻ്റെ ശിലാപ്രതിമ കിഴക്ക് ദർശനമായി സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം കൊണ്ടുവന്ന മഹാനാണ് കാശിരാമഭട്ട്. ഗോശ്രീപുരേശൻ 60 വർഷം വാണരുളിയ വടക്കേ അഗ്രശാലയിലാണ് ഇപ്പോൾ വർഷാവർഷം അഖണ്ഡഭജന സപ്താഹം നടത്തി വരുന്നത്. നവരാത്രിയിലെ പഞ്ചമി നാൾ മുതൽ വിജയദശമി കഴിഞ്ഞുള്ള ദ്വാദശി വരെ 7 നാൾ രാവും പകലും ഇടമുറിയാതെ ഭജന നടത്തി വരുന്നു. വടക്കേ അഗ്രശാലയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാശിമഠം കാണാം. കാശിമഠത്തിൽ പൂജിച്ചു വന്നിരുന്ന ശ്രീ കോദണ്ഡരാമൻ, വെങ്കടാചലപതി, ശ്രീകൃഷ്ണൻ, സാലഗ്രാമങ്ങൾ ഇവ അവിടെ നിന്നു മാറ്റി 2 വൃന്ദാവനങ്ങളുമായി പ്രതിഷ്ഠിച്ചു.
1971 മാർച്ച് 14 ശ്രീമദ് സുധീന്ദ്രതീർത്ഥ സ്വാമികളുടെ ദിവ്യഹസ്തങ്ങളാലാണ് ഈ പുനഃപ്രതിഷ്ഠ നടന്നത്. അതോടൊപ്പം സുമതീന്ദ്രതീർത്ഥ സ്വാമികളുടെ വൃന്ദാവനത്തിലെ വൈകല്യം വന്നിരുന്ന ഹനുമാൻ വിഗ്രഹം മാറ്റി നൂതന ഹനുമാൻ വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. കാശി മഠത്തിന് കിഴക്ക് ഭാഗത്തായി കുലപ്പുറയോട് കൂടിയ ആറാട്ടുകുളവും കാണാം. ക്ഷേത്രത്തിനകത്ത് വടക്കേ അങ്കണത്തിൽ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി വനദുർഗയുടെ ഉപക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഗോപുരത്തിന് പുറത്ത് വടക്ക് ഭാഗത്ത് നാഗരാജാവ് പ്രതിഷ്ഠയുമുണ്ട്. അതിന് പുറകിൽ ഇപ്പോൾ ഒരു ഗോശാലയും കാണാം. മാഘമാസത്തിലെ അശ്വതി നാളിൽ ആറാട്ടുവരത്തക്ക രീതിയിൽ 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഉത്സവകാലത്ത് ദേവനെ എഴുന്നള്ളിക്കുവാൻ പുരാതന കാലത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള വിവിധതരം വാഹനങ്ങളും ഒരു തേരും ഇവിടെയുണ്ട്. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്ന് 500 മീറ്റർ നടന്നാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.